ഈ കീറുന്നതിന് പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ കീറുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ടയർ എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് TEAR ആണ്. അത് പ്രൊനൗൺസ് ചെയ്യുക ടയർ എന്നാണ് കേട്ടോ. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നോക്കാം. സോ ആദ്യം തന്നെ അവൾ പേപ്പർ കീറുന്നു. അവൾ പേപ്പർ കീറുന്നു അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഷീ ടയേഴ്സ് ദ പേപ്പർ. ഓക്കെ, സോ വേർഡ് നമ്മുടെ വേർബ് ഏതാണ്? ടയർ ആണ്. സോ അതിൻ്റെ കൂടെ എസ് ഇട്ട് കൊടുത്തത് ഇവിടെ സിംഗുലർ ആയതുകൊണ്ടാണ്. ഷീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹി ആയിക്കോട്ടെ ആ സമയത്ത് നമ്മൾ ടയേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, ഷീ ടയേഴ്സ് ദ പേപ്പർ. ഇനി അവൾ പേപ്പർ കീറി. സോ ടയർ എന്നുള്ള വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്തായിട്ടാണ് മാറാന്ന് നോക്കാം. അവൾ പേപ്പർ കീറി. അപ്പോൾ ഷീ ടോർ ദ പേപ്പർ എന്നാണ് പറയുക. ഓക്കെ, ഷീ ടോർ ദ പേപ്പർ. ഓക്കെ, സോ പാസ്റ്റ് ടെൻസിലായി വരുമ്പോൾ എന്താ വരിക? ടോറാണ്. ടയറിന് പകരം ടോറാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ, നീ പേപ്പർ കീറിയോ? അപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുക, നീ ആണോ പേപ്പർ കീറിയത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. സോ നീ പേപ്പർ കീറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ടയർ ദ പേപ്പർ? ഓക്കെ, സോ ഡിഡ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഫോം ആണ് വരിക. ഓക്കെ, ടയർ എന്നുള്ള ആ വേർബ് തന്നെയാണ് വരിക. ഓക്കെ, സോ ഡിഡ് യു ടയർ ദ പേപ്പർ? സോ ആദ്യം തന്നെ അവൾ പേപ്പർ കീറുന്നു എന്നാണെങ്കിൽ ഷീ ടയേഴ്സ് ദ പേപ്പർ എന്ന് പറയും. ഇനി അവൾ പേപ്പർ കീറി അല്ലെങ്കിൽ അവൻ പേപ്പർ കീറി എന്നൊക്കെ ആണെങ്കിൽ ഹീ ടോർ ദ പേപ്പർ. സോ പാസ്റ്റ് ടെൻസിൽ ടോർ എന്നാണ് പറയുക. ഇനി നീ പേപ്പർ കീറിയോ? നീ പേപ്പർ കീറിയോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ടയർ ദ പേപ്പർ എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി ആ പേപ്പർ കീറരുത്, അത് സൂക്ഷിച്ച് വെക്കാനൊക്കെ നമ്മൾ പറയാറില്ലേ. സോ ആ പേപ്പർ കീറരുത് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ. English Cafe. We present you the perfect English.